രാജൻ മാധവൻ നായർ ഈ പേര് നമുക്കത്ര പരിചിതമല്ല. എന്നാൽ അയാളുടെ തന്നെ മറ്റൊരു പേരായ ബഡാരാജൻ എന്ന പേര് നമുക്ക് സുപരിചിതമാണ്. മുംബൈ അധോലോകത്തെ വിറപ്പിച്ച രാജൻ മാധവൻ നായർ എന്ന മലയാളി ബഡാരാജനായ കഥയിലേക്ക്. 70കളിൽ തൃശ്ശൂരിൽ നിന്നും മുംബൈയിലേക്ക് തൊഴിൽ തേടിപ്പോയ ഒരു സാധാരണക്കാരൻ താനെയിലെ ഒരു ഫാക്ടറിയിൽ തൊഴിലാളിയാകുന്നു. അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ തുകയിൽ തനിക്ക് മുംബൈയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ രാജൻ ആ ജോലി വിട്ടു. മുംബൈയിലെ ചോർ ബസാറിൽ ടൈപ്പ്റൈറ്റർ വിൽപ്പനയിൽ പോലീസ് പിടിയിലായി ജയിലിലായി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ആ സമയത്ത് മുംബൈയിൽ അമിതാഭ് ബച്ചൻ തരംഗം തുടങ്ങുന്ന കാലം. ബച്ചന്റെ സിനിമയ്ക്ക് തിയേറ്ററിന് മുൻപിൽ ടിക്കറ്റിനായി അടിപിടിയും കത്തിക്കുത്തും നടക്കുന്നത് കണ്ട രാജൻ തിയേറ്റർ ഉടമകളുടെ കയ്യിൽ നിന്നും ടിക്കറ്റുകൾ ഒരുമിച്ച് വാങ്ങി പുറത്ത് കരിഞ്ചന്തയിൽ വിറ്റു തുടങ്ങിയതോടെ തിയേറ്ററുകാരുടെ തലവേദന ഒഴിഞ്ഞു. വിൽപ്പനയുടെ ലാഭം രാജൻ തിയേറ്ററുകാർക്ക് നൽകി. പ്രശ്നങ്ങളൊക്കെ രാജൻ സ്വയം നേരിട്ടു. ടിക്കറ്റ് വിൽക്കാൻ ജോലിക്കാരായി ധാരാളം പേർ അയാൾക്കൊപ്പം കൂടി. അതോടെ രാജൻ മാധവൻ നായർ ബഡാരാജനായി വളർന്നു തുടങ്ങി.